കറാച്ചി സ്ഫോടനത്തിന് പിന്നാലെ അഫ്ഗാനിസ്ഥാനിൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ. ഭീകര കേന്ദ്രങ്ങൾ നടത്തിയ ആക്രമണത്തിൽ 29 പേരെ കൊലപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ അവകാശവാദം. അതേസമയം പാകിസ്ഥാന്റെ ഭീരുത്വമെന്നാണ് താലിബാന്റെ പരിഹാസം. കറാച്ചി സ്ഫോടനത്തിൽ നേരത്തെ ഇന്ത്യക്കെതിരെ അടക്കം ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതിനിടയിലാണ് അഫ്ഗാനെ ആക്രമിച്ചുകൊണ്ടുള്ള രീതിയിൽ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ത്യക്കെതിരെ ഉണ്ടായ ആരോപണത്തിന് ശക്തമായ ഭാഷയിലാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം മറുപടി നൽകിയത്. വി ആർ കാർത്തിക് വിവരങ്ങളുമായി ചേരുകയാണ്. കാർത്തിക്, വളരെ പ്രധാനപ്പെട്ട നടപടികൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. നേരത്തെയും അഫ്ഗാനെതിരെ താലിബാൻ കേന്ദ്രങ്ങൾക്കെതിരെ ആക്രമണം നടത്തിയിരുന്നു പല ഘട്ടങ്ങളിലും പാകിസ്ഥാൻ. ഇപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? രഞ്ജിത്ത്, ഇറാൻ US സമാധാന ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന പാകിസ്ഥാൻ ഇപ്പോൾ മറുവശത്ത് അതിർത്തി കടന്നുള്ള വ്യോമാക്രമണം നടത്തുകയാണ്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും വഷളാകുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ശനിയാഴ്ച രാത്രി കറാച്ചിയിൽ ഉണ്ടായ സ്ഫോടനത്തിനും അതിന് പിന്നാലെ ഭീകരരും സൈനികരുമായി ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് ആക്രമണം കടുപ്പിച്ചുകൊണ്ട് പാകിസ്ഥാൻ രംഗത്ത് വരുന്നത്. അഫ്ഗാനിസ്ഥാന്റെ അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തിയ ഈ ആക്രമണത്തിൽ 29 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഏറ്റവും പുതിയ വിവരം. വ്യോമാക്രമണമാണ് പാകിസ്ഥാൻ നടത്തിയത്. പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാനായിരുന്നു അതിനോട് അനുബന്ധമായ അവരുമായി ആഭിമുഖ്യം പുലർത്തുന്ന സംഘടനയാണ് കഴിഞ്ഞ ദിവസം കറാച്ചിയിൽ സ്ഫോടനം നടത്തിയത്. ഇവരുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ആക്രമണം എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്. ഈ പാകിസ്ഥാന്റെ ഇൻഫർമേഷൻ മിനിസ്റ്റർ തന്നെ ഇക്കാര്യം എക്സിൽ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ജമാഅത്ത് ഉൽ അർഹാർ ഈ സംഘടനയുടെ ഒളിത്താവളങ്ങളിലായിരുന്നു വ്യോമാക്രമണം എന്നാണ് പാകിസ്ഥാൻ നൽകുന്ന വിശദീകരണം. കറാച്ചി സ്ഫോടനത്തിന് പിന്നാലെ ശക്തമായ ഭാഷയിൽ മറുപടി നൽകുമെന്ന് പാകിസ്ഥാൻ അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ആക്രമണം എന്നതും ശ്രദ്ധേയമാണ്. ജമാഅത്ത് ഉൽ അർഹാർ എന്ന സംഘടനയുടെ ഒളിത്താവളങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണത്തിൽ 29 പേർ കൊല്ലപ്പെട്ടു. ഈ കൊല്ലപ്പെട്ട 29 പേരും തീവ്രവാദികൾ എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്. അതേസമയം അഫ്ഗാൻ സർക്കാരിൻ്റെതായി പ്രതികരണങ്ങൾ കൂടി പുറത്തു വരുന്നു. സാധാരണക്കാരും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്, നിരവധി സിവിലിയൻസിന് പരിക്കുണ്ട് എന്ന താലിബാൻ സർക്കാരിൻ്റെ വക്താവ് തന്നെ സ്ഥിരീകരിച്ചുകൊണ്ടുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കറാച്ചിയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ ഇന്ത്യക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകളും പാകിസ്ഥാൻ നൽകിയിരുന്നു. ഇതിന് ശക്തമായ ഭാഷയിലാണ് കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയം മറുപടി നൽകിയത്. അതായത് കറാച്ചിയിലുണ്ടായ സമീപകാല സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കെതിരെ ഉന്നയിക്കുന്നത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ആണ് എന്നതും അതോടൊപ്പം തന്നെ സ്വന്തം രാജ്യത്തെ ഭീകര കേന്ദ്രങ്ങൾ ആദ്യം അവരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണങ്ങളാണ് നടത്തേണ്ടത് എന്നും ശക്തമായ ഭാഷയിലാണ് ഇന്ത്യ മറുപടി നൽകിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ പാക് താലിബാനെ പിന്തുണയ്ക്കുന്ന സംഘടനയുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത്. ഇതിൽ 29 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ശരി, വി ആർ കാർത്തിക്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.